എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ഗാർഹിക പീഡനത്തെ സംബന്ധിച്ചാണ്. കുടുംബത്തോടൊപ്പം സ്ത്രീകളെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. സ്ത്രീ തന്നെയാണ് ധനം. ഇന്ന് എവിടെയും കാണാൻ പറ്റുന്ന സംഗതിയാണ്. പത്ര റിപ്പോർട്ടിലും മാധ്യമങ്ങളിലുമൊക്കെ ഗാർഹിക പീഡനത്തെക്കുറിച്ച് മിക്കവാറും കേൾക്കാറുണ്ട്. സമൂഹത്തിൽ സ്വതന്ത്രമായും തുല്യ പരിഗണനകളോടെയും അന്തസ്സോടെയും ജീവിക്കുക എന്നത് എല്ലാവരുടെയും അവകാശമാണ്. എന്നാൽ അങ്ങനെയൊരു അവകാശം നിയമപരമായി ഉണ്ടായിട്ടും ലോകത്താകമാനം വെറുമൊരു ലിംഗവിവേചനത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ജാതി മത വിവേചനം എന്നിവയുടെ പേരിലും ജീവിതകാലം മുഴുവൻ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അത് സാമൂഹികമായും സാമ്പത്തികമായും ലൈംഗികമായും മാനസികമായും ഒക്കെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയാണത്. ഈ ആധുനിക കാലത്തും സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും സ്ത്രീ സംരക്ഷണ നിയമങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. കടുത്ത ശിക്ഷകൾക്കുള്ള നിയമങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് താനും. എന്നിട്ടും പുരുഷന്മാരുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി കഴിയാൻ വിധിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ കഷ്ടം തന്നെയാണ്. വളരെ നല്ല നിലയിൽ സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ ഭാര്യയോടും മറ്റു സ്ത്രീകളോടും ഇടപെടുന്ന ഒട്ടനവധി പുരുഷന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പുരുഷന്മാർക്ക് ചില ആളുകൾ പെൺകോന്തലെന്നോ അല്ലെങ്കിൽ BP, സാധാരണ നാടൻ ഭാഷയാണ്, ഭാര്യനെ പേടി, BP പേടിയുള്ളവൻ എന്നൊക്കെ പേരിട്ട് പരിഹസിക്കാറുണ്ട്. എന്നാൽ അത്തരക്കാർ പുരുഷ മേധാവിത്വത്തിന് സ്വകാര്യമായി ചൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം സതി നിർത്തലാക്കിയ രാജാറാം മോഹൻ റായിയെ ഒരു ഉത്തരവാദിത്ത സമൂഹത്തിന് മറക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്ത്രീകൾക്കെതിരെ പീഡനമുണ്ട്, അതിക്രമമുണ്ട്, അവകാശ നിഷേധമുണ്ട്, അവരെ രണ്ടാംകിട പൗരന്മാരായി കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിനെതിരെ കണ്ണടക്കുന്നവർ ഒരുപാടുണ്ട്. പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന സ്ത്രീകളും ഇന്ന് ഇല്ലെന്നല്ല. ഇന്ന് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ കൂടുതലും സ്വന്തം വീടുകളിൽ നടക്കുന്ന പീഡനങ്ങളാണ്. ഗാർഹിക പീഡനം എന്താണെന്നാൽ ഒരു സ്ത്രീക്കെതിരെ വീട്ടിലോ കുടുംബത്തിലോ ഭർത്താവോ കുടുംബാംഗങ്ങളോ ചെയ്യുന്ന മാനസിക, ശാരീരിക, ലൈംഗിക, സാമ്പത്തിക പീഡനങ്ങളാണ് ഗാർഹിക പീഡനം എന്ന് വെച്ചാൽ. അതിൽ മാനസിക പീഡനം നോക്കിയാൽ ഇമോഷണൽ അബ്യൂസ്, മാനസികമായി അധിക്ഷേപിക്കുക, ഭീഷണിപ്പെടുത്തുക, നിരന്തരം കുറ്റപ്പെടുത്തുക, വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, ഇതൊക്കെയാണ് മാനസിക പീഡനത്തിനുള്ളത്. അതുപോലെ തന്നെ ശാരീരിക പീഡനം, ഫിസിക്കൽ അബ്യൂസ്, അടിക്കുക, കുത്തുക, എന്തെങ്കിലും ഉപകരണങ്ങൾ എടുത്ത് ആക്രമിക്കുക, വേദനിപ്പിക്കുക, പട്ടിണി കിടുക, ഇതൊക്കെ ശാരീരിക ഫിസിക്കൽ അബ്യൂസാണ്, ശാരീരിക പീഡനം. അതുപോലെ ലൈംഗിക പീഡനം, സെക്ഷൽ അബ്യൂസ്, സമ്മതമില്ലാതെ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുക, ലൈംഗിക ഉപദ്രവം, ഭീഷണിപ്പെടുത്തൽ, ഇതൊക്കെയാണ്. പിന്നെ സാമ്പത്തികം, എക്കണോമിക് അബ്യൂസ്, സ്ത്രീകളുടെ കൈവശമുള്ള പണം പിടിച്ചെടുക്കുക, ജോലിക്ക് പോകുന്നത് തടയുക, സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക, സ്ത്രീധനം സംബന്ധമായ കാര്യങ്ങൾ, ഇതൊക്കെ സാമ്പത്തിക പീഡനത്തിൽ വരുന്നതാണ്. സമൂഹത്തിൽ സ്ത്രീകൾ ഇടപെടുന്നത് നിയന്ത്രിക്കുക, അങ്ങനെയുണ്ട്. മറ്റുള്ളവരുമായി ഫോൺ മുഖാന്തരം മറ്റുള്ളവർ ഇടപെടുക, നിയന്ത്രിക്കുക, സൗഹൃദങ്ങൾ, തൊട്ടടുത്ത വീട്ടുകാരുമായി ഇടപെടുന്നത് സഹിക്കില്ല, ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു നിയമം, അല്ലെങ്കിൽ ഒരു നിയമം എന്നിവയിലൂടെ സ്ത്രീയെ ഒരു സ്വകാര്യ സ്വത്ത് പോലെ കണക്കാക്കി എന്തിനും ഏതിനും ഒരു നിയന്ത്രണം വെക്കും ചില ഭർത്താക്കന്മാരും അവരുടെ വീട്ടുകാരും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഗാർഹിക പീഡനത്തിൽ വരുന്ന സംഗതിയാണ്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം കേരളത്തിൽ വിവാഹിതരായ 18-49 ഏകദേശം 10%, 18 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള 10%, കേരള പോലീസ് ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സിൽ ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ് ആൻഡ് റിലേറ്റീവ്സ് 2024 കണക്ക് പ്രകാരം 4515 കേസുകളും ഗാർഹിക പീഡനത്തിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ, ജാഗ്രതാ സമിതികൾ, വനിതാ പോലീസ്, വനിതാ കമ്മീഷൻ തുടങ്ങിയവയുടെ ഇടപെടലിലൂടെ ശക്തമായിട്ടുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും കുടുംബം തകരും എന്ന കാരണത്താൽ സ്ത്രീകളിൽ വലിയൊരു വിഭാഗവും ഇത്തരം പീഡനം റിപ്പോർട്ട് ചെയ്യാതെ ശപിച്ച് വീട്ടിലിങ്ങനെ കഴിയുന്ന ഒരു ഇതാണുള്ളത്.
അവസാനം ചില കേസുകൾ ആത്മഹത്യ, കൊലപാതകം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ശക്തമായ നിയമങ്ങൾ നമുക്കുണ്ടെങ്കിലും അതേക്കുറിച്ച് ശരിയായ അവബോധമില്ലാത്തതും പരാതിയില്ലാത്തതുകൊണ്ടും പീഡനങ്ങൾ കൂടിക്കൂടി വരികയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് സ്ത്രീകൾക്ക് പുരുഷന്മാരുടേതിന് തുല്യമായ അവകാശങ്ങൾ ഉറപ്പുവരുന്നുണ്ട്. സ്ത്രീകളുടെ സംരക്ഷണത്തിന് മാത്രമായിട്ട് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണ നിയമമുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2020 ആക്ട് ഉണ്ട് 2015. ഇത് പ്രകാരം ഇത്തരം പീഡനം കുറ്റകൃത്യവും മനുഷ്യാവകാശ ലംഘനവുമാണ്. ഈ നിയമപ്രകാരം മാനസിക വിഷമം, ഭീഷണി, ബുദ്ധിമുട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകാം. ഇപ്പോൾ BNS, അതായത് ഭാരതീയ ന്യായ സംഹിത, IPCയുടെ ഇപ്പോഴത്തെ പുതിയ പേരാണ് BNS, ഭാരതീയ ന്യായ സംഹിത, അറിയാമല്ലോ. അപ്പോൾ അതിലുള്ള സെക്ഷൻ 498A എന്നത് ഭർത്താവും ബന്ധുക്കളും ഭാര്യയെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിനുള്ള കുറ്റമാണ്. ഇപ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ പണം, സ്വത്ത് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി സ്ത്രീയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെതിരെയുള്ള കുറ്റമാണ്. ഇത്തരം പീഡനങ്ങൾക്കെതിരെ എങ്ങനെ പോകണം എന്നറിയാത്തവരാണ് കൂടുതലും. അതിന് വനിതാ ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പർ 181 അതുപോലെ തന്നെ പോലീസ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഹെൽപ്പ് ലൈൻ വനിതാ ഹെൽപ്പ് ലൈൻ 1091, വനിതാ സെല്ലുണ്ട്. അതുപോലെ തന്നെ ലീഗൽ എയ്ഡ് സെൻ്റർ ഉണ്ട്, വുമൻസ് കമ്മീഷൻ ഉണ്ട്, കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് നിയമസഹായം ആവശ്യപ്പെട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് നേരിട്ട് പരാതിയും പറയാം പോരെങ്കിലും. അപ്പോൾ സ്ത്രീകൾക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നിയമപ്രകാരം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ശരിയായ അവബോധമില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ കൂടുതൽ സംഭവിക്കാൻ കാരണം. ഇതിനാദ്യം നമ്മുടെ സാമൂഹ്യ നിലപാട് മാറ്റുകയാണ് വേണ്ടത്. പീഡന വിവരം പുറത്തറിഞ്ഞാൽ മോശമാണ് എന്നുള്ളൊരു സമീപനം ആദ്യം മാറ്റണം. ഒപ്പം സമൂഹം സ്ത്രീകളുടെ ശബ്ദം കേൾക്കാനും തയ്യാറാകണം. പുരുഷന്മാരും കുട്ടികളും പീഡനം കുറ്റമാണ്, പാപമാണ് എന്ന് പഠിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉണ്ടായാലേ ആ സ്ത്രീ ഒരു ശക്തിയാവും. ഇതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം നമുക്ക് നോക്കിയാൽ മിക്ക സ്റ്റേഷനിലും വനിതാ ഡെസ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരാതി ലഭിച്ച കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കും. തെളിവായി ഇപ്പം മൊബൈൽ ഫോൺ റെക്കോർഡുകൾ, ഫോട്ടോകൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്നിവ ഉപയോഗിച്ച് നടപടിയെടുക്കും. ഗുരുതരമായ ക്രിമിനൽ കേസാണെങ്കിൽ BNS സെക്ഷൻ 498A പ്രകാരം പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്ത് നടപടികൾ സ്വീകരിക്കും. മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ അതുപോലെ തന്നെ പറ്റുന്നതാണെങ്കിൽ അതിന് ശ്രമിക്കും. അതല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നതിനെയോ അല്ലെങ്കിൽ വനിതാ കമ്മീഷനിൽ പോകുന്നതിനായോ റെഫർ ചെയ്യും. സ്ത്രീക്ക് ഭീഷണി ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ സഹായത്തോടെ താമസ സ്ഥലത്ത് സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യവും പോലീസ് ചെയ്തു കൊടുക്കും. അപ്പോൾ ചില പോലീസ് സ്റ്റേഷനിൽ താലിച്ചരട് പൊട്ടാതിരിക്കാൻ പരമാവധി സാധിക്കുമോ എന്നതിന് ഫാമിലി കൗൺസിലിംഗ് സെൻ്ററൊക്കെ ഉണ്ട് കേട്ടോ, മീഡിയേഷൻ സെൻ്ററൊക്കെ ഉണ്ട്. കാരണം ആരെയും ബന്ധം വേർപെടുത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല. കോടതി ആയാലും പോലീസായാലും നിയമം ബന്ധം വേർപെടുത്താനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. പരമാവധി കൂട്ടി യോജിപ്പിക്കാനേ എല്ലാവരും ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ അതിനായി മീഡിയ സെൻ്ററുണ്ട്, കൗൺസിലിംഗ് സെൻ്ററൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി പരാതി നൽകാൻ വനിതാ പോലീസ് സ്റ്റേഷനുണ്ട്. അതേപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ശാന്തമായി പരിഹരിക്കാൻ ജനമൈത്രി പോലീസുണ്ട്. പൊതുസ്ഥലങ്ങളിലെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനൊപ്പം ഗാർഹിക പീഡനങ്ങളിൽ ഇടപെടുന്ന പിങ്ക് പോലീസുണ്ട്. അപ്പോൾ ഗാർഹിക പീഡനം ഒരു മനുഷ്യാവകാശ പ്രശ്നമായി കണ്ട് കോടതികൾ അത് നിയമപരമായി സാമൂഹികപരമായി ഇരകളെ സംരക്ഷിക്കാൻ ശക്തമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനും സൗഖ്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ഒരുപാട് വിധികളിലൂടെ കോടതി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സ്ത്രീയുടെ വ്യക്തിത്വം അവളുടെ വിവാഹ ബന്ധത്തിലൂടെ മായ്ച്ചു കളയാൻ കഴിയില്ലെന്നും അവളുടെ സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും സംരക്ഷിക്കപ്പെട്ടതാണ് എന്നും, മറ്റൊരു കേസിൽ ഗാർഹിക പീഡന നിയമം ഒരു ശിക്ഷാ നിയമം മാത്രമല്ലെന്നും അതിൻ്റെ പ്രധാന ലക്ഷ്യം സ്ത്രീയുടെ സുരക്ഷയും പുനരധിവാസവുമാണെന്നും സുപ്രീം കോടതി പറയുകയുണ്ടായി. എന്നാൽ മറ്റൊരു കാര്യം, IPC അതായത് BNS 498A പ്രകാരമുള്ള പലതരത്തിലുള്ള കള്ളപ്പരാതികളും ഭർത്താവിൻ്റെ അമ്മ പെങ്ങന്മാരെയും ചേർത്ത് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്നൊരു നിത്യസംഭവമാണ്. അപ്പോൾ അത്തരം പരാതികളുടെ പിന്നിലുള്ള കളിയൊക്കെ കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്.
അതുകൊണ്ട് തെളിവില്ലാതെ കുടുംബങ്ങളുടെ മുഴുവൻ പേരിലും കുറ്റം ചുമത്താൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അതൊക്കെ കൂട്ടി വായിച്ചാൽ തെറ്റ് ചെയ്യാത്തവർക്ക് നിയമത്തെയോ കോടതിയെയോ ഭയക്കേണ്ട കാര്യമില്ല എന്ന്. ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നും യാതൊരു വിധത്തിലുള്ള കുറവുകളും ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളിൽ കാണുകയില്ല. അതുകൊണ്ട് ഗാർഹിക അതിക്രമം ഇല്ലാതാക്കാൻ വിവാഹത്തിന് മുമ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ബോധവൽക്കരണം ആവശ്യമാണ്. സ്ത്രീകളെ എന്നും ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ മുറിവുകൾ തുന്നിച്ചേർക്കാൻ അവർക്കേ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി പേർക്ക് വീഡിയോ അയച്ചു കൊടുക്കുമെങ്കിൽ സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിച്ചേക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.